ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ഓംലെറ്റ് ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞയും വെള്ളയും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മുട്ടേൻ്റെ മഞ്ഞ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചോ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി 2 ടേബിൾ സ്പൂൺ, ഉള്ളി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിയില, 1 ടേബിൾ സ്പൂൺ കുക്കുംബർ, ഇതെല്ലാം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഓട്സും പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടേൻ്റെ വെള്ള ഇതുപോലെ വിസ്കോ ബീറ്ററോ യൂസ് ചെയ്ത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച് ഓട്സിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം. അതിനുശേഷം ഈ മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം അടുത്ത സൈഡ് കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.